ദേശീയ കൺട്രോൾ കമ്മീഷൻ അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിനെ ചൊല്ലി സിപിഐ പാർട്ടി കോൺഗ്രസ് വേദിയിൽ ബഹളം. പ്രായപരിധി കഴിഞ്ഞവരെ ഉൾപ്പെടുത്തിയതിലാണ് ബഹളം. ബൽറാം നെടുങ്ങാടി ചേരുന്നു ചണ്ഡീഗഡിൽ നിന്ന് വിവരങ്ങളുമായി. ബൽറാം, ഈ പ്രായപരിധിയുടെ കാര്യത്തിൽ കേരള ഘടകം നേരത്തെ തന്നെ എതിർപ്പ് അറിയിച്ചിരുന്നതാണ്. അത് കൃത്യമായി തന്നെ പാലിക്കണം, എല്ലാവർക്കും ബാധകം. അത്തരം കാര്യങ്ങളിലാണോ ഇപ്പോൾ ബഹളമുണ്ടായത്? ബൽറാം, കേൾക്കാമോ? സ്മിത, ഇപ്പോൾ CPIയുടെ 25ാം പാർട്ടി കോൺഗ്രസിലെ ഈ പുതിയ കൗൺസിൽ അംഗങ്ങളുടെ പട്ടിക പൂർത്തിയായിരിക്കുന്നു. ഇപ്പോൾ പഴയ എക്സിക്യൂട്ടീവ്, നേരത്തെ നിലവിലുള്ള ദേശീയ എക്സിക്യൂട്ടീവ് യോഗം ചേരുകയാണ്. ഈ ഒരു എക്സിക്യൂട്ടീവ് ആയിരിക്കും നിർദ്ദേശമായി പുതിയ കൗൺസിലിന് മുന്നിൽ ഈ പുതിയ അംഗങ്ങളുടെ പട്ടിക വയ്ക്കുക. തുടർന്നായിരിക്കും കൗൺസിൽ ഈ പട്ടികയ്ക്ക് അംഗീകാരം നൽകുന്നതും തുടർന്ന് മറ്റ് പുതിയ എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും ജനറൽ സെക്രട്ടറിയെയും പുതിയ ദേശീയ സെക്രട്ടേറിയറ്റിനെയും തെരഞ്ഞെടുക്കുകയും ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകുക. എന്നാൽ ഈ കൗൺസിൽ ഒപ്പം തന്നെ കൺട്രോൾ കമ്മീഷൻ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നതിനായി ചേർന്ന യോഗത്തിലാണ് വലിയ പ്രതിഷേധം, ബഹളം ഉണ്ടായത്. പ്രധാനമായും പ്രായപരിധി മാനദണ്ഡം ആ ഒരു ഘട്ടത്തിലും പാലിച്ചില്ല എന്നും ചില കൗൺസിലിൽ ഉൾപ്പെട്ട ചില അംഗങ്ങൾക്കും ഒപ്പം തന്നെ കൺട്രോൾ കമ്മീഷൻ അംഗങ്ങൾക്കും പ്രായപരിധി മാനദണ്ഡം പാലിച്ചില്ല എന്നും 75 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ അതിൽ ഉൾപ്പെടുത്തി എന്നുമുള്ള ആക്ഷേപമാണ് ചില അംഗങ്ങൾ ഉന്നയിച്ചത്. അതിലാണ് പ്രതിഷേധം രേഖപ്പെടുത്തിയതും. പ്രത്യേകിച്ചും പ്രായപരിധി മാനദണ്ഡത്തെ തുടർന്ന് ദേശീയ സെക്രട്ടേറിയറ്റിൽ നിന്നും മാറിയ ഡോക്ടർ കെ നാരായണ അദ്ദേഹത്തെ കൺട്രോൾ കമ്മീഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉന്നയിക്കുകയായിരുന്നു. കഴിഞ്ഞവരെ ഈ കൺട്രോൾ കമ്മീഷനിൽ ഉൾപ്പെടുത്തിയതിലാണ് ഇപ്പോൾ ബഹളമുണ്ടായത്. ബൽറാം നെടുങ്ങാടിയാണ് ചണ്ഡീഗഡിൽ നിന്ന് വിവരങ്ങൾ നമുക്ക് നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.